ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കൊടൈക്കനാലിലേക്കാണ്. കൊടൈക്കനാൽ നിങ്ങൾക്കിപ്പം ഈ മുമ്പിൽ നല്ല മലയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഈ റോട്ട് ഇപ്പം നല്ല മഞ്ഞുണ്ട്, അല്ലെങ്കിൽ നല്ല തണുപ്പുണ്ട്. എനിക്ക് ജാക്കറ്റിൽ കൂടെ നല്ല തണുപ്പ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇന്നത്തെ കാര്യങ്ങൾ കൊടൈക്കനാലിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഈ യാത്ര കൊടൈക്കനാലിലേക്കാണ്. അപ്പോൾ ഒരുപാട് വെച്ച് താമസിക്കുന്നില്ല, ലെറ്റ്സ് സ്റ്റാർട്ട് വീഡിയോ. രണ്ട് റോഡ് നമ്മൾ ടോപ്പിൻ്റെ ഒക്കെ പിടിച്ച് നോക്കാൻ പറ്റിയ ഒരു റോഡ്. 120 അടിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ടോപ്പിൽ. നമ്മുടെ കേരളത്തിലെ റോഡൊന്നും പറ്റില്ലല്ലോ. 121. ഓരോരോ മണ്ണിലെ മോഹം, ഏതേതോ വിണ്ണിലെ താരം, കണ്ണീരണിഞ്ഞാനിയും വരാത്തേ. ആരാരോ പാറുന്നു ദൂരെ, ആലോലം പായുന്നു നീളെ, എന്തെന്തേ എന്നെ കണ്ടില്ല നീയേ. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിലുള്ള റൂട്ടിൽ കയറിയിട്ടുണ്ട്. റൂട്ടെല്ലാം ഇതുപോലെ നൈസാണ്. ഈ രണ്ട് സൈഡിലും മരങ്ങളും ഒക്കെ ആയിട്ട്, മുമ്പിൽ മലയും. ഇത് ഗോപ്രോയിൽ കിട്ടുന്നുണ്ടോ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ എന്താ പറയണ്ടേ, എസ്തെറ്റിക്കലി ഇൻസൈൻ എന്ന് പറയാം. അങ്ങനെ ഒരു വ്യൂ ആണ്. കാരണം മരങ്ങളെല്ലാം അവിടെ ഉണ്ട്. റോഡൊക്കെ നൈസാണ്. അതുപോലെ തന്നെ നമുക്ക് മേളിൽ നിന്ന് ഇപ്പോൾ താഴോട്ടുള്ള വ്യൂ ഒക്കെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒന്നുമില്ല, താഴെ ഗ്രാമങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് വെറുതെ കാട് മാത്രമാണ്. പക്ഷേ ഈ റോഡ് നൈസാണ്. ഒരു വണ്ടി ഓടിക്കുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കോർണറൊക്കെ ചെയ്ത് കിടത്തിയൊക്കെ പോകാൻ പറ്റുന്ന. അല്ല, മാപ്പിൽ നിങ്ങൾക്കിപ്പോൾ കാണാം റോഡിൻ്റെ ഒരു ഗതി എങ്ങനെയാണെന്ന്. കണ്ടോ, പൊളിയാണ്. എൻ്റെ യാസിൻ ബ്രോയൊക്കെ പറഞ്ഞാലാണ് പൊളിമൂട് അമ്പാടിയാണെന്ന് പറയാം. റോഡൊക്കെ നൈസാണ്. നമുക്ക് വണ്ടി എത്ര കൈ കൊടുത്ത് പോകാനും സീനില്ല. പക്ഷേ കൈ കൊടുത്ത് പോകുമ്പോൾ സൂക്ഷിച്ച് പോകണം, കുഴി കിടക്കരുത്. സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ആണെന്ന് മാത്രം കരുതിയാൽ മതി. കണ്ടാവും എൻ്റെ മോനെ, ആ താഴെയുള്ള ഗ്രാമങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഇതുപോലെ വ്യൂ. എൻ്റെ മോനെ, ഈ വ്യൂ കാണുമ്പോൾ എനിക്ക് നടാതെ ആകർഷിക്കും. ഈ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ എന്താ നമ്മുടെ നാട്ടിലില്ല. നമ്മൾ ആ പാവയ്ക്കാത്തുണ്ട് പോലൊരു തമിഴ്നാട് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഇങ്ങനെ വെറുതെ വേക്കൻ്റ് ആയിട്ട് കിടക്കും. നമ്മളിപ്പോൾ ഈ തമിഴ്നാട് ഹൈവേ കൂടെ ഒക്കെ വരുമ്പം നമുക്ക് കാണാൻ പറ്റും ഒരു ഒഴിഞ്ഞ ഒരുപാട് സ്ഥലം, അതിൻ്റെ നടുക്കൂടെ ഒരു ഹൈവേ, പിന്നെ ഒരു ടൗൺ വരും, പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും കുറേ ഒഴിഞ്ഞ സ്ഥലം, പിന്നെയും ടൗൺ വരും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. എല്ലാ ടൗണിനെയും കൂടെ കണക്ട് ചെയ്യുന്ന രീതിയിലൊരു ഹൈവേ. അതായത് കുരങ്ങന്മാരൊക്കെ ഇറങ്ങി നടപ്പുണ്ട്. പക്ഷെ ഇവിടുത്തെ കുരങ്ങന്മാർക്കൊന്നും ഫീഡ് ചെയ്യാൻ പാടില്ല. എവിടത്തെയും കുരങ്ങന്മാർക്ക് ഫീഡ് ചെയ്യാൻ പാടില്ല. നമ്മളെവിടെ ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയാലും പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും അവിടെ വിട്ടിട്ട് കുരങ്ങന്മാർക്കൊന്നും ഇട്ട് കൊടുത്തിട്ട് വരരുത് എന്നാണ് പറയുന്നത്. അടുത്ത ഡെസ്റ്റിനേഷൻ പൂമ്പാറയാണ്. പൂമ്പാറ കൊടൈക്കനാലിൻ്റെ തന്നെ ഒരു വില്ലേജാണ്. നമ്മൾ പൂമ്പാറയിലൊരു ക്യാമ്പ് സ്റ്റേ എല്ലാം കൂടെ ഒരു സെറ്റപ്പ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് വെച്ച് പിടിക്കുന്നത്. അവർ വന്ന് പിക്കപ്പ് ചെയ്യുമെന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ബൈക്ക് അവർ പേൻ പാർക്കിൽ വെച്ചിട്ട് അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്, അവിടെ വെച്ചിട്ട് പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതാണ് ഒരു വിഷമം. വണ്ടി വല്ലയിടത്തൊക്കെ വെച്ചിട്ട് പോകാനൊരു മനസ്സ് സമ്മതിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞ സേഫാണ്, സീനൊന്നും ഇല്ല എന്നാണ്. വണ്ടി മേലോട്ട് കൊണ്ടുപോകാൻ ഒരു രീതി കുരങ്ങന്മാർ ഒരു രീതി പറ്റത്തില്ല. അത് ഇഷ്യൂ ആണ്, വണ്ടി അങ്ങോട്ട് കയറാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ജീപ്പ് സഫാരി ഉണ്ട്. ഇച്ചിരി റോഡൊക്കെ ഇച്ചിരി ഓഫ് റോഡായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ പിന്നെ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാമല്ലോ എന്ന രീതിയിൽ അങ്ങ് അടങ്ങി. പാർക്കിംഗ് എങ്കിൽ പാർക്കിംഗ്. തിരിച്ചു വരുമ്പോൾ ഇനി വണ്ടി അവിടെ വെച്ചിട്ട് പോയ രീതി തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. വണ്ടിയിലാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം പെട്രോളും ഉണ്ട്. തിരിച്ചു വരുമ്പോൾ പെട്രോളൊക്കെ ഉണ്ടായാൽ മതി. മൈലേജ് ചിലപ്പോൾ ഊറ്റിക്കൊണ്ടൊക്കെ പോകും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നപ്പോഴാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് നാളായിട്ടില്ല.
നമ്മൾ ഇതിനു മുമ്പ് എൻ്റെ കയ്യിലിരുന്ന വണ്ടി 350 ക്ലാസിക്കാണ്. അപ്പം നമ്മൾ അതിലൊക്കെ ട്രിപ്പ് വരുമ്പോഴാണെങ്കിലും അപ്പോൾ നമുക്ക് ചാനലൊന്നും ഇല്ലല്ലോ, അപ്പം വീഡിയോസൊന്നും അങ്ങനെ ഒരുപാട് എടുത്തതൊന്നും കയ്യിലില്ല. ജസ്റ്റ് വരും, സ്റ്റാറ്റസ് ഇടാനുള്ളത് മാത്രം എടുക്കും. ഈ വണ്ടി നമ്പർ പ്ലേറ്റ് ഒന്നുമില്ലേ? ഇത് തമിഴ്നാടുടെ. ഇവിടെ ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്നാണ് തോന്നുന്നു. ഈ വണ്ടി തന്നെയാണോന്നറിയില്ല. ഞാൻ കയറി വന്നപ്പം ശ്രദ്ധിച്ചു, അതിൻ്റെ ഫ്രണ്ടിലത്തെ ബമ്പർ ഒരു പ്രത്യേക രീതിയിലാണ് ബമ്പർ ചെയ്തേക്കുന്നത്. അതെ, അത് ഈ വണ്ടി തന്നെയാണ്. ഈ വണ്ടിയുടെ ബമ്പർ ഒരു പ്രത്യേക രീതി. എങ്ങനെ ഒന്ന് തിരിച്ച് കാണിക്കേണ്ടത് എനിക്കറിയാൻ വയ്യ. അതെ കണ്ടോ, പക്ഷെ വണ്ടിക്ക് നമ്പറില്ല. ഡ്രൈവർ മാത്രമേ ഉള്ളൂ തോന്നുന്നു വണ്ടിയിൽ. വണ്ടിക്ക് ഫ്രണ്ടിലും ബാക്കിലും നമ്പറില്ല. ദിസ് ഈസ് തമിഴ്നാടു എന്ന് പറയുന്നത് വെറുതെയാണോ? എൻ്റെ മോനെ വ്യൂ. അതിനുശേഷം നമ്മൾ നമ്മുടെ ബൈക്കെല്ലാം ഒതുക്കി സൈഡിലാക്കിയിട്ട് നമ്മൾ പിന്നെ ജീപ്പ് എടുത്തു. ജീപ്പ് സഫാരി ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കൊടൈക്കനാലിൽ പോയിട്ട് ഇതുപോലൊരു കാട്ടിനുള്ളിൽ പോയി ഒരു സ്റ്റേ ഒക്കെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 2-3 കിലോമീറ്റർ നമുക്ക് താഴെ നിന്ന് ടൗണിൽ നിന്ന് പോയാൽ മതി. പക്ഷേ ഇത് ഒരു മല കയറി ഇറങ്ങി വേണം പോകാൻ. അത്രയ്ക്ക് കട്ട ഓഫ് റോഡിങ് ആയി. ഇത് കാണുമ്പം എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മളൊരു 1-1.5 മണിക്കൂർ എടുത്തിട്ടാണ് താഴെ നിന്ന് മേളി വരെ ചെന്നത്. നമുക്ക് ഈ റോഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഫുള്ള് ഉരുളം കല്ലുകളൊക്കെ ആയിട്ടുള്ള റോഡാണ്. അതുപോലെ കട്ട മഞ്ഞ്, നമുക്കൊന്നും ഫ്രണ്ടിൽ കാണാൻ പറ്റില്ല, അതുപോലത്തെ മഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും ടൈം എടുത്ത് ജീപ്പ് സ്ലിപ്പായി പോവുകയാണ്. നമ്മൾ ഒരു ചെറിയ മഴയും കൂടെ ഉണ്ടെങ്കിൽ പണി പാളും എന്ന രീതിയിലാണ് റോഡ് കിടന്നത്. ഈ ഉരുളം കല്ലിൻ്റെ മണ്ടയ്ക്കൂടെ ഈ പാറ ഇങ്ങനെ കിടക്കുന്നത്, ഇതാണ് ഫുള്ള് റോഡ്. നമുക്ക് ഈ താഴെ നിന്ന് മേളി വരെ ഇതുപോലുള്ള ഫുള്ള് ഓഫ് റോഡ് എന്ന് തന്നെ പറയാം. ഇതുകൊണ്ടാണ് ഒരു ബൈക്ക് കൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയാം. പക്ഷേ എനിക്കിതൊക്കെ കണ്ടപ്പം നമ്മുടെ എക്സ്പൾസും പൊക്കി എടുത്തുകൊണ്ട് പോയാൽ കൊള്ളായിരുന്നു എന്നൊരു തോന്നൽ വന്നു. നമ്മുടെ എക്സ്പൾസ് എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു. പക്ഷേ ഈ റോഡിൽ നമുക്ക് വഴികൾ നമുക്കറിയില്ല. ഇതിനകത്ത് കുറേ മൃഗങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ഗൈഡൻസ് ഇല്ലാതെ വണ്ടിയൊക്കെ പൊക്കി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ സീനാവും. പക്ഷേ വ്യൂ ഇൻസൈൻ എന്ന് പറയാം. നമ്മൾ സ്റ്റേ ചെയ്ത ക്യാമ്പാണിത്. ആ ക്യാമ്പിന് ചുറ്റുമുള്ള ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് കോടയും ഫുള്ള് ഇതുപോലുള്ള ഗ്രീനറിയാണ്. പിന്നെ ഇടയ്ക്കിടെ ഈ കാട്ടാനയൊക്കെ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചാണ് നമ്മൾ ടെൻറ്റിൽ കിടന്ന് ഉറങ്ങിയത് രാത്രി. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ടെൻറ്റും കാര്യങ്ങളൊക്കെ. ടെൻറ്റെല്ലാം നൈസായിരുന്നു, നമുക്ക് സ്റ്റേയും എല്ലാം നൈസായിരുന്നു. അപ്പം രാത്രി ക്യാമ്പ് ഫയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മാറിക്കടന്നു. പിറ്റേ ദിവസമാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊടൈക്കനാൽ ഡേ 1. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ ക്ലാരിഫിക്കേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ എല്ലാം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഇസ് സൈനിങ് ഓഫ് ഫ്രം ഷാഗിൽ.